ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്ന ഭൂമിയാണ് US. അവിടെയുള്ള പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉയർന്ന ബിരുദം നേടുക, അതിനുശേഷം അവിടെ തന്നെ മികച്ച ശമ്പളമുള്ള ഒരു ജോലി സ്വന്തമാക്കുക, ഒടുവിൽ ഗ്രീൻ കാർഡ് വാങ്ങി US-ൽ സ്ഥിരതാമസമാക്കുക. ഇതായിരുന്നു പതിറ്റാണ്ടുകളായി ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ വിദേശികളുടെയും സ്വപ്നമെന്ന് പറയുന്നത്. എന്നാൽ ഈ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഠനം കഴിഞ്ഞയുടൻ തന്നെ അവിടെ ജോലിക്ക് ശ്രമിക്കാതെ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അമേരിക്കൻ സ്വപ്നഭൂമിയിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇത്ര പെട്ടെന്ന് പിൻവാങ്ങുന്നത്? US വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് നമ്മളിന്ന് വിശദമായി നോക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. പുറത്തു വരുന്ന ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ ഈ മാറ്റത്തിന്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി ലിവിംഗ് എന്ന ആഗോള വിദ്യാർത്ഥി ഹൗസിംഗ് പ്ലാറ്റ്ഫോമിന്റെ CEO സൗരവ് അറോറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അമേരിക്കയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആകെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ US-ൽ 3,78,787 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2026 ഫെബ്രുവരി ആയപ്പോഴേക്കും അത് 3,52,644 ചുരുങ്ങി. അതായത് വെറും ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 6.9% കുറവ്. ഇതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കുണ്ട്. അമേരിക്കയിൽ സ്റ്റെം മേഖലയിൽ, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ തുടർന്ന് ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, അതായത് OPT പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നിരക്ക് മുൻപ് 95%. എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇത് 78% കുത്തനെ ഇടിഞ്ഞു. അതായത് പഠനം കഴിഞ്ഞാലും അവിടെ ജോലി ചെയ്യാൻ കാത്തു നിൽക്കാതെ 22% വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നർത്ഥം. മാത്രമല്ല, പുതിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന F1 സ്റ്റുഡന്റ് വിസകളുടെ എണ്ണത്തിലും 60 മുതൽ 69% വരെ വലിയ ഇടിവാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും അല്ലാതെയും അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത്? നമുക്ക് നോക്കാം. പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 3 പ്രധാന പ്രതിസന്ധികളാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ US-ൽ നേരിടുന്നത്. ഒന്നാമത്തേത് തൊഴിൽ വിപണിയിലെ മന്ദതയാണ്. അമേരിക്കൻ IT സാങ്കേതിക മേഖലകളിലും മറ്റ് പ്രമുഖ വ്യവസായങ്ങളിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് മന്ദത നേരിടുന്നുണ്ട്. വൻകിട കമ്പനികൾ പുതിയ ആളുകളെ എടുക്കുന്നത് കുറയ്ക്കുകയും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്താൻ പാടുപെടുകയും ചെയ്യുന്ന സാഹചര്യമാണിവിടെ. പഠിച്ചിറങ്ങുന്ന പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് അനുയോജ്യമായ ജോലികൾ കണ്ടെത്തുക എന്നത് മുൻപത്തേക്കാൾ കഠിനമായി മാറിയിരിക്കുന്നു. അടുത്തത് സ്പോൺസർഷിപ്പ് നൽകാനുള്ള കമ്പനികളുടെ വിമുക്തതയാണ്. ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിയെ ജോലിക്ക് എടുത്താൽ അവർക്ക് പിന്നീട് H1B പോലെയുള്ള വർക്ക് വിസകൾ സ്പോൺസർ ചെയ്യേണ്ടി വരും. ഇതിനായി കമ്പനികൾ വലിയ തുക ചെലവഴിക്കേണ്ടതുണ്ട്. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യാൻ കമ്പനികൾ കടുത്ത വിമുഖത കാണിക്കുന്നു. ഒരുപാട് ഇന്റർവ്യൂകൾ പാസ്സായിട്ടും സ്പോൺസർഷിപ്പ് നൽകാൻ കമ്പനികൾ തയ്യാറാകാത്തത് കൊണ്ട് മാത്രം ജോലി നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ്. അടുത്തത് കർശനമായ കുടിയേറ്റ നയങ്ങളാണ്. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരെയും വിദേശ തൊഴിലാളികൾക്കെതിരെയും ശക്തമായ നയങ്ങളാണ് സ്വീകരിക്കുന്നത്. സ്റ്റുഡന്റ് വിസകൾക്ക് 4 വർഷത്തെ പരിധി ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. വിസ നിയമങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വിസ ഇന്റർവ്യൂകൾ നിർത്തിവെക്കൽ, സോഷ്യൽ മീഡിയ പരിശോധനകൾ കർശനമാക്കൽ, കൂടാതെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ആശ്വാസമായിരുന്ന OPT പ്രോഗ്രാമിന് നേരെ ഉയരുന്ന ഭീഷണികൾ എന്നിവ വിദ്യാർത്ഥികളിൽ കടുത്ത അനിശ്ചിതത്വവും ഭയവും ഉണ്ടാക്കുന്നുണ്ട്. MSM യൂണിഫൈ സ്ഥാപകനായ സഞ്ജയ് ലാൽ പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ചിന്താഗതിയിൽ ഇപ്പോൾ വലിയൊരു മാറ്റം ദൃശ്യമാണെന്നാണ്. മുൻപൊക്കെ അമേരിക്കയിൽ എങ്ങനെയെങ്കിലും സ്ഥിരതാമസമാക്കുക എന്നതായിരുന്നു ചിന്തയെങ്കിൽ ഇന്നത് അവിടുത്തെ മികച്ച വിദ്യാഭ്യാസം നേടി ആഗോള പരിചയത്തോടെ സ്വന്തം നാട്ടിലേക്ക് തിരികെ വരിക എന്നതിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വേഗത്തിലുള്ള വളർച്ചയും ഇവിടെ സാങ്കേതിക വ്യവസായ മേഖലകളിൽ ഉണ്ടാകുന്ന പുത്തൻ അവസരങ്ങളും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. വിസയ്ക്ക് വേണ്ടി അമേരിക്കൻ ഇമിഗ്രേഷൻ ഓഫീസുകൾക്ക് മുന്നിൽ ദയനീയമായി കാത്തു നിൽക്കുന്നതിനേക്കാൾ ഭേദം US യൂണിവേഴ്സിറ്റികളുടെ ബിരുദവും കൈമുതലാക്കി ഇന്ത്യയിലെ മുൻനിര കമ്പനികളിൽ ഉയർന്ന പദവികളിൽ
ജോലി ചെയ്യുന്നതാണെന്ന് ഇന്നത്തെ യുവതലമുറ ചിന്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അവർ കൂടുതൽ പ്രായോഗികമായി കാര്യങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉയർന്ന ഫീസും ജീവിത ചെലവും നൽകി അമേരിക്കയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് മുൻപുണ്ടായിരുന്ന അത്ര സുരക്ഷിതമായ ഒരു ഭാവി ഇന്ന് US വാഗ്ദാനം ചെയ്യുന്നില്ല. കടുത്ത വിസ നിയമങ്ങളും തൊഴിലില്ലായ്മയും അവരെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്വന്തം നാടുകളിലെ വിപണി അവർക്കായി വാതിലുകൾ തുറക്കുന്നുണ്ട്. അതുകൊണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേവലം അമേരിക്കൻ സ്വപ്നം കൊണ്ട് മാത്രം അങ്ങോട്ട് പോകാതെ നിലവിലെ വിസ നിയമങ്ങളും തൊഴിൽ സാധ്യതകളും കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക.